ഒരു പുതിയൊരു ബ്രീഡറെ സംബന്ധിച്ച് ഇതിനോട് അവനത് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് ഇപ്പോൾ ഒരു ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് വന്ന് ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണും പൂട്ടി കൊടുക്കും. കാരണം അവനക്ക് അറിയാതെ എങ്ങനെ ഇത് മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത്. പക്ഷെ പുതിയൊരാളെ സംബന്ധിച്ച് അവർക്ക് അത്ര ഇതാവില്ല. കാരണം ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് ഒരു മുയലിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവനക്ക് അറിയാൻ പറ്റും അത് ഹെൽത്തി ആണോ അതോ അതിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവനെ സംബന്ധിച്ച് നമുക്ക് ഈ പറഞ്ഞ ഒരു 30 ദിവസം 40 ദിവസം ഉള്ളതിനൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. പക്ഷേ ഒരു പുതിയൊരാൾക്ക് ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞാൽ തന്നെയും കൊടുക്കില്ല. കാരണം എന്താ വെച്ചാൽ കൊണ്ടുപോയി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പേര് വരുന്നത് ബ്രീഡർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു സജഷൻ നമ്മൾ ചെയ്യാറില്ല ഒരു പുതിയൊരു ബ്രീഡറെ സംബന്ധിച്ച്. അപ്പോൾ എനിക്കൊരു സംശയമുള്ളതെന്നു വെച്ചാൽ ഇപ്പം ഈ ഒരു 7000 രൂപ ഇപ്പോൾ ഇതിൽ താല്പര്യമുണ്ട്, പക്ഷേ ഒരു 7000 രൂപ മുടക്കാനില്ലാത്ത കസ്റ്റമേഴ്സിന് വേറെ എന്തെങ്കിലും രീതിക്ക് ചെറിയ പീസുകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ പെയറായിട്ട് കൊടുക്കുന്നുണ്ട്. പെയറായിട്ട് ഒരു പേര് 2 പേരൊക്കെ ആയിട്ട് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നവരുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ വലിയ ഒരു സാമ്പത്തികം ഇതില്ല, പക്ഷേ അതിനോടൊരു പാഷനാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മളൊരു പേരോ 2 പേരോ ആ ലെവലിലൊക്കെ കൊടുക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 50 രൂപ 100 രൂപ കുറച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് അതിനോടുള്ള ഒരു പാഷൻ കൊണ്ട് വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഒരു പേര് മതി 2 പേര് മതി എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളത് നിരുത്സാഹപ്പെടുത്താൻ നിൽക്കില്ല. നമ്മളതിനൊരു 100 രൂപയൊക്കെ കുറച്ചിട്ട് ഒരു 600 രൂപയ്ക്കൊക്കെ ഒരെണ്ണത്തിന് അപ്പോൾ ഒരു 1200-നൊക്കെ നമ്മളൊരു പേരിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനത്തെ. ഓക്കെ, ഞാൻ അതൊരു ഡൗട്ട് ഇപ്പോൾ എനിക്ക് മൈൻഡിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 3 വർഷമായി പറഞ്ഞു. അപ്പോൾ തുടക്കത്തിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം, അപ്പോൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും മറ്റുള്ളവരിൽ നിന്നൊക്കെ. ഈ പറഞ്ഞ മറ്റുള്ളവർ പറ്റിക്കുന്ന രീതികളൊക്കെ ഒരുപാട് എല്ലാത്തിനും ഫോൾട്ടുകളുണ്ട്. എല്ലാ ഫാമിങ്ങിനാണെങ്കിൽ ഫാമിങ് ഒരു ഭയങ്കര മനസ്സിന് സംതൃപ്തിയുള്ള മേഖലയാണ് എന്ന് പറഞ്ഞാൽ ഇതിലും ചവണിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഇപ്പൊ ആരുടെ പേരും എടുത്ത് പറയണ്ട, അത് വേണ്ട, പക്ഷെ എന്നാലും അതുപോലത്തെ ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വന്ന സമയത്ത് ഇറങ്ങി വന്ന സമയത്ത്? അല്ല, പക്ഷെ അത് ചിലപ്പോൾ ഒരു വ്യൂവേഴ്സിന് ഒരു ഉപകാരമായിരിക്കും. അല്ല, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനൊരു ബ്രീഡറാണ് ആദ്യം പഠിച്ചത്, പിന്നെയാണ് ഞാൻ മൊയിലിനെ പറ്റി പഠിച്ചത്. ബ്രീഡർമാരെ പറ്റിയിട്ടാണ് ഞാനൊരു മൊത്തത്തിലൊരു സ്റ്റഡി നടത്തിയത് ബ്രീഡർ. പിന്നെയാണ് ഞാൻ ബ്രീഡിനെ പറ്റിയിട്ട് പഠിച്ചത്. ഇപ്പം നേരത്തെ സൽമാൻ പറഞ്ഞ പോലത്തെ ഇത്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ അടുത്ത് ഒരു 10-15 കസ്റ്റമർ എൻ്റെ നിന്ന് കൊണ്ടുപോയവർ പലയിടത്തുനിന്നും ചതി പറ്റിയിട്ട് വന്നിട്ടുള്ളവരാണ്. അവസാനം നമ്മളടുത്ത് എത്തിപ്പെട്ടിട്ട് ഇവിടുന്ന് പ്യൂർ ബ്രീഡ് അവർ വാങ്ങിയത് നമുക്ക് മീറ്റിന് തന്നിട്ട് അവരിവിടുന്ന് പ്യൂർ ബ്രീഡ് ക്രോസിങ്ങിന് വേണ്ടിയിട്ട് ബ്രീഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവരിതൊക്കെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ പരസ്യങ്ങളും ഇതും കണ്ടിട്ട് അതിലോട്ട് വീണിട്ടുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് വരുന്നില്ല. ഒരു 2 കിലോന് ഒരു 6 മാസം 1 കൊല്ലം വളർത്തിയിട്ട് 1.5 കൊല്ലമായിട്ട് പോലും 2 കിലോ വരെ തൂക്കം എത്താത്ത കുറേ ഫാമേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്ന് അങ്ങനെ ഇപ്പോൾ കംപ്ലൈൻറ്റ് പറഞ്ഞവരുടെ ഇപ്പോൾ മറ്റുള്ളവർ കൊടുത്ത് പറ്റിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ണ്ടോ? അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്താ ഫോൾട്ട് ഉള്ളതെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അല്ല, ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഫോൾട്ട് ഇതിൽ വരുന്നത് ഇൻബ്രീഡാണ്. നമ്പർ 1. നമ്പർ 2 ഇതിൽ വരുന്ന ക്രോസ് ബ്രീഡാണ്. നമ്മൾ ഈ പ്യുവർ ബ്രീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, പ്യുവർ ബ്രീഡിന് അതിൻ്റെ തനതായ ജനസിൻ്റെ ഗുണം എല്ലാ കാലത്തും നിൽക്കും. നേരെ പറഞ്ഞ് ക്രോസ് ബ്രീഡ് എന്ന് പറയുമ്പോൾ 1-2 ജനറേഷന് ഈ പ്യുവർ ബ്രീഡിനെക്കാട്ടി ക്വാളിറ്റി വരും എന്നാണ് പറയുന്നത്. അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ ഫസ്റ്റ് ജനറേഷന് കിട്ടും, സെക്കൻഡ് ജനറേഷൻ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വിറ്റകളുടെ നെഗറ്റീവാണ് പിന്നെ വരുന്ന ജനറേഷനിൽ വരുന്നത്. അപ്പോൾ ഗ്രാജുവലി എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവർ ഗ്രോത്ത് കുറയും, പ്രതിരോധശേഷി കുറയും, അപ്പോൾ മരണനിരക്ക് കൂടും, വളർച്ചയില്ല. അത് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അത് അങ്ങനെ ക്രോസ് ബ്രീഡുകൾ തലമുറകളായിട്ട് കടന്ന് വന്നിട്ടുള്ള ഓരോ ബ്രീഡേഴ്സിൻ്റെ നിന്ന് വാങ്ങിയിട്ടാണ് പലരും വഞ്ചിക്കപ്പെട്ടിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ 1 കൊല്ലം 2 കൊല്ലം ആക്കിയിട്ട് നമ്മളിത് ഒരു 1.5-2 കിലോ തൂക്കമായി കഴിഞ്ഞിട്ടും നമ്മൾ ഒരു മീറ്റ് മാർക്കറ്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും ലാഭകരമാവില്ല. കാരണം നമുക്ക് മീറ്റ് മാർക്കറ്റ് കിട്ടുന്ന അത്രയും തീറ്റ കൊടുക്കുന്നതും പിന്നെ അത്രയും നമ്മൾ ഒരു ലേബർ കോസ്റ്റ് ഇതൊക്കെ കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നഷ്ടമാണ് അത് വരുന്നത്. പക്ഷേ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പ്യൂർ ബ്രീഡിലോട്ട് പോകും. പ്യൂർ ബ്രീഡിൻ്റേതായത് എല്ലാ കാലത്തും അതിൻ്റെ ജനറേഷൻ അവസാനിക്കുന്നത് വരയ്ക്കും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ നമ്മളും ഇപ്പോൾ വരുന്നവരോട് പറയുന്ന ഒരു കാര്യം അതാണ്, നിങ്ങൾ അത് ഓൾറെഡി രജിസ്റ്റർ ചെയ്യുക. ഓരോ കൂടിന് ഓരോ നമ്പർ ഇട്ട് ആ നമ്പർ ബേസിൽ നിങ്ങൾ രജിസ്റ്റർ ബുക്കിൽ എഴുതി മെയിൽ ഫീമെയിൽ ഏതാണെന്നൊക്കെ എഴുതി അത് ഇൻബ്രീഡ് വരാതെ നോക്കുക. അതുപോലെ ക്രോസ് ബ്രീഡ് നിങ്ങൾ മീറ്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രോസ് ബ്രീഡ് ചെയ്യാമെന്ന് വെച്ചാൽ നല്ല 2 പ്യുവർ ബ്രീഡുകളെ വെച്ച് നിങ്ങൾ ക്രോസ് ബ്രീഡ് ചെയ്ത് അത് ആ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നേരെ മീറ്റ് മാർക്കറ്റിൽ കൊടുത്ത്
ഇതാക്കുക. അതിനവിടെ നിർത്തി പിന്നെ നിങ്ങൾ തുടർന്നുകൊണ്ട് പോവാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്ന ബ്രീഡേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ശാലൂക്ക മുഖേന കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ശാലൂക്കയുടെ മുയൽ കുഞ്ഞുങ്ങളെയാണ് കാണാൻ പോകുന്നത്. കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2 മാസം മുതൽ ഏകദേശം 5 മാസം വരെ ഉള്ളതുണ്ട്. നമുക്കിനി അതിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ ഏകദേശം എന്തോരം ബ്രീഡുകളുണ്ട്? ഇപ്പോൾ ഇവിടെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് വൈറ്റ് ജയൻറ്റും സോയിച്ചിഞ്ചിലാണ് പ്യുവർ ബ്രീഡ് ചെയ്യുന്നത്. നമ്മളൊരു ബ്രീഡർക്ക് കൊടുക്കുന്നത് അതിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിന് ക്രോസ് ബ്രീഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ മീറ്റിനായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളൊരു ബ്രീഡർക്ക് കൊടുക്കാൻ നിൽക്കാറില്ല. ഇപ്പോൾ ഇതൊക്കെ ഏതാണ് ബ്രീഡ്? ഇതൊക്കെ വൈറ്റ് ജയൻ്റ് ആണ്. വൈറ്റ് ജയൻ്റ് 4 മാസം പ്രായമുള്ള ഇതാണ്. അതൊക്കെ പാരൻസ് ആക്കാൻ വേണ്ടിയിട്ട് നിലനിർത്തി കൊണ്ടുവരുന്നതാണ്. ഇതിപ്പോൾ എത്ര നാൾ പ്രായം കാണും? ഇതിപ്പോൾ ഒരു 4 മാസമായിട്ടുള്ളത്. 4 മാസം പ്രായമായിട്ടുള്ളത്. വൈറ്റ് ജയൻ്റിന് പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറയാൻ സാധിക്കും? വൈറ്റ് ജയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ വെള്ള മുയൽ, ചുവന്ന കണ്ണാണ്. പിന്നെ അവരെ ചെവി ഒക്കെ നല്ല വലുപ്പമുണ്ടാവും. പുറകിലത്തെ കാല് നല്ല നീളം കൂടിയ കാല വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു സംശയം അതാണ്, ഈ വൈറ്റ് ജയൻറ്റും ന്യൂസിലാൻഡ് വൈറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് ഒരു ബ്രീഡർക്ക് അത് കറക്റ്റ് കണ്ടാൽ അറിയാൻ പറ്റും. ഒരു വൈറ്റ് ജയൻറ്റിന് ന്യൂസിലാൻഡ് വൈറ്റിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. കാരണം അവരുടെ പിൻകാലമൊക്കെ നല്ല വലുപ്പമുണ്ടാവും. നല്ല ഗ്രോത്ത് ന്യൂസിലാൻഡ് വൈറ്റിനെ അപേക്ഷിച്ച് ഗ്രോത്ത് കൂടുതൽ വൈറ്റ് ജയൻറ്റിന്. ഈ റെഡ് ഐ തന്നെയാണോ? റെഡ് ഐ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഈ പറഞ്ഞ ഒരു ചെവിയൊക്കെ നല്ല വലിയ ചെവിയായിരിക്കും, നല്ല സൈസും ഉണ്ടായിരിക്കും. വൈറ്റ് ജയൻറ്റിന് വരുന്നുണ്ട്. ഇതിന് പ്രതിരോധശേഷി എങ്ങനെയൊക്കെയാണ്? പ്രതിരോധശേഷി കൂടുതലാണ്? പ്രതിരോധശേഷി അത് ഞാൻ പറഞ്ഞത് നമ്മൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ എൻ്റെ അനുഭവം വെച്ചിട്ട് പ്യുവർ ബ്രീഡിന് തന്നെയാണ് ക്വാളിറ്റിയും അതിൻ്റെ ഒരു പ്രതിരോധശേഷിയും കൂടുതലുള്ളത്. കാരണം പലരും ഈ പറഞ്ഞ പോലെ കൊണ്ടുപോയിട്ട് ഫംഗസ് വരും, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി എനിക്ക് മറ്റു മുയലുകളെ വെച്ചിട്ട് എൻ്റെ പ്യുവർ ബ്രീഡിന് വളരെ കുറവാണ്. പക്ഷേ അതെൻ്റെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഒരു അനുഭവം എന്നോട് പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്. ഈവൻ ഫംഗസ് എന്ന് പറയുമ്പോൾ നോർമൽ വരുന്നൊരു മെയിഞ്ചാണ്, ഫംഗസ് അല്ല ആക്ച്വലി. അത് വളരെ കുറവാണ് നമ്മളെ മുയലുകൾക്ക് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു പ്രസവത്തിൽ ഏകദേശം എത്ര കുഞ്ഞുങ്ങളെ? ഇത് നമുക്കെന്ന് പറഞ്ഞാൽ ഒരു 4 മുതൽ 12 കുഞ്ഞുങ്ങൾ വരെ ലഭിക്കാറുണ്ട്. അത് എനിക്ക് 12 കുഞ്ഞുങ്ങളൊക്കെ തന്ന പേന സ്റ്റോക്ക് ഉള്ളതാണ്, എൻ്റെ കയ്യിലുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എണ്ണം കൂട്ടി ചെയ്യുന്നതിൽ ഞാനൊരു ഇത് കാണുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചിലർ വരെ 2 പ്രാവശ്യം ക്രോസ് ചെയ്യിക്കുക, രാവിലെ ഇട്ടിട്ട് ഈവനിങ്ങിൽ ഒരു 6 to 12 hours ക്രോസ് ചെയ്യിച്ചാൽ അതിൻ്റെ എക്സ്പേർട്സ് പറഞ്ഞിട്ടുള്ളതാണ് കുഞ്ഞുങ്ങൾ കൂടുതലുണ്ടാകുന്നത്. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾ കൂട്ടുക എന്നുള്ളതിലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇത്. കാരണം നമുക്ക് എണ്ണം കൂടുമ്പോൾ കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റി കുറയും. കാരണം ഇത്രയും പാലും എല്ലാത്തിനും എത്തണം. അപ്പോൾ അതിൻ്റെ ഗ്രോത്തിൽ വ്യത്യാസം വരുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ഒരു 6 to 8 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല സൈസും ആയിരിക്കും, നല്ല ഗ്രോത്തും ആയിരിക്കും, പ്രതിരോധം. കാരണം അവർ കറക്റ്റ് പാല് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബ്രീഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട എന്താ കാര്യമുള്ളത്? അല്ല, അതേ ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടി ഇതിന് പുറകിലുള്ള ഓട്ടം നിർത്തുക എന്നുള്ളതാണ് ഇത്. കാരണം പലരും ചോദിക്കുന്ന കാര്യമാണ് കുഞ്ഞുങ്ങൾ കൂടുതൽ കിട്ടാൻ എന്ത് വേണം, കുഞ്ഞുങ്ങൾ കൂടുതൽ കിട്ടാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മുയലിനെ സംബന്ധിച്ച് അവർക്ക് 8 നിപ്പിളോളമാണ് കറക്റ്റ് പാല് കൊടുക്കാനായിട്ടുള്ളത് വരുന്നത്. അപ്പോൾ ഒരു 8 കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് കറക്റ്റ് പാല് കിട്ടും. അതിന് മീതെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കയ്യൊക്കെയുള്ള കാര്യക്കാരെന്ന് പറഞ്ഞവർ അതിൽ ഉഷാറുള്ളവർ കയറി കുടിക്കുകയും ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ ശോഷിച്ച് വരികയും ചെയ്യും. ഗ്രാജുവലി ആയിട്ടുള്ള ചാവാനും സാധ്യതകളുണ്ട്. പിന്നെ നമുക്ക് അതിന് പിടിച്ചു എത്തി കൊടുത്താൽ തന്നെയും ഈ പറഞ്ഞ പോലെ ഉള്ള പാല് സ്പ്ലിറ്റായി പോകുമ്പോൾ അവർക്കും ഉണ്ടാവില്ല, ഇവർക്കും ഉണ്ടാവില്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചു. അപ്പോൾ എപ്പോഴും ഒരു 8 കൊണ്ട് 9, 10 കുഞ്ഞുങ്ങളിനുള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നാവും. അതിൻ്റെ ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടും. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇത് ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഇത്ര ടൈം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വിറ്റുകൾക്ക് മതിയില്ല എന്നാണ് പറയുക. പക്ഷെ എന്നാലും നമ്മൾ മുയലുകൾക്ക് മതിച്ചക്രമില്ല. നമ്മൾ ക്രോസ് ചെയ്യിച്ച് ഒരു 12 hours കഴിഞ്ഞിട്ടാണ് അവർക്ക് അണ്ടവിസർജനം നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ 12 hours കഴിഞ്ഞ് വീണ്ടും ക്രോസിങ്ങിന് ഇടാൻ പറയാൻ കാരണം വെച്ചാൽ അണ്ടവിസർജനം നടക്കുന്ന സമയത്ത് സ്പേം ചെല്ലുമ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ എങ്കിൽ കൂടിയും നമ്മൾ ഇതിൻ്റെ ഈ പറഞ്ഞ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെഡിഷ് നമുക്ക് കാണാൻ കഴിയും.
ആ റെഡിഷ് കാണുമ്പോൾ ക്രോസിങ് ഒരു 80 തൊട്ട് 90% നമുക്ക് 10 സെക്കൻഡ് കൊണ്ട് കാര്യം കഴിയും. നമ്മൾ ആ കൂട്ടിലിടുന്ന സമയത്ത് തന്നെ ക്രോസിങ് കഴിയും. എങ്കിൽ കൂടിയും ഒരു 2-3 ക്രോസിങ്ങിന് നമ്മളതിൽ ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇടും. അപ്പോൾ എത്ര ടൈം ഏകദേശം ഒരു കൂട്ടിലിടും? ഇതെങ്ങനെ ഇടുന്നത്? അപ്പോൾ ഫീമെയിലിൻ്റെ കൂട്ടിലേക്ക് മെയിലിന് ഇടുവാണോ? അല്ല, ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിലിൻ്റെ കൂട്ടിലോട്ടാണ് ഫീമെയിലിന് ഇടുന്നത്. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീമെയിലിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൂട്ടിലോട്ട് ഇനിയിപ്പോൾ വേറെ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും അവർ അറ്റാക്ക് ചെയ്യും. അപ്പോൾ സ്വന്തം കൂട്ടിലേക്ക് ഫീമെയിലിൻ്റെ കൂട്ടിലേക്ക് വേറെ ഒന്ന് വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടിൽ ആരും കയറാൻ പാടില്ല. അതന്നെ അതിൻ്റെ ഒരു ഇത് വെച്ചാൽ നമ്മളെപ്പോഴും മെയിലിൻ്റെ കൂട്ടിൽ അത് കാരണം ഫീമെയിലിന് ഇടുക ചെയ്യുന്നത്. കാരണം ഫീമെയിലിൻ്റെ കൂട്ടിലോട്ട് നമ്മളൊരു മെയിലിന് ഇട്ട് കഴിഞ്ഞാൽ ഫീമെയിൽ അറ്റാക്ക് ചെയ്യും. നേരെ മറിച്ച് ഒരു മെയിലിൻ്റെ കൂട്ടിലോട്ടാണ് ഫീമെയിലിന് ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ആക്ച്വലി അവൻ അത് ക്രോസ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് നടക്കുക. അതിൻ്റെ എന്നെ നോക്കിയിട്ടായിരിക്കും അവൻ നടക്കുന്നത്. അതുകൊണ്ട് അവൻ പിന്നെ മെയിലുകൾ പൊതുവെ ഫീമെയിലിനെ അറ്റാക്ക് ചെയ്യാറുമില്ല. ഫീമെയിലാണ് മെയിലിനെ പൊതുവെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് മെയിലിൻ്റെ കൂട്ടിലോട്ട് ഫീമെയിലിനെ ഇടുകയാണ് ചെയ്യുന്നത്. അത് നല്ല കറക്റ്റ് ഈ റെഡിഷൊക്കെ കണ്ട് ഇപ്പോൾ നമ്മൾ ഹീറ്റ് എന്ന് പറയില്ല, അതിന് കറക്റ്റ് ടൈമാണ് എന്നുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് കൊണ്ട് ഫസ്റ്റ് ക്രോസിങ് കഴിയും. ഒരു 10-15 മിനിറ്റ് പിന്നെ നമ്മളതിൽ ഇടുന്നതെന്ന് വെച്ചാൽ ഒരു സെക്കൻഡോ തേർഡോ ക്രോസിങ്. കാരണം ഫസ്റ്റ് ക്രോസിങ്ങിൽ ബൈ ചാൻസ് കറക്റ്റ് ആയില്ലെങ്കിലോ എന്നുള്ള നിലയിൽ 2-3 ക്രോസിങ്ങിന് വേണ്ടി നമ്മൾ ഇടുന്നത്. അത് ഇടുക എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു തണുപ്പുള്ള സമയങ്ങളിലാണ് ഇവരിടുന്നത്. ഒന്നുകിൽ ഏർലി മോർണിംഗ് ഇടുക, ഒരു 6 മണി ആ ഒരു സമയത്ത് ഇടുക. അതല്ലെങ്കിൽ ഈവനിങ്ങിൽ ഒരു 5 മണിക്ക് ശേഷം 6 മണി 7 മണി സമയത്ത് തണുപ്പുള്ള സമയങ്ങളിലാണ് ഇവർ കൂടുതൽ സമ്മതിക്കുക. ഉച്ച സമയങ്ങളിലൊക്കെ ഇവർ ക്രോസ് ചെയ്യിക്കാൻ വിമുഖത കാണിക്കാറുണ്ട് ഈ ഫീമെയിലുകൾ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ബ്രീഡേഴ്സും അങ്ങനെ ചെയ്താൽ മതി. അതാണ് ഏറ്റവും നല്ല ബ്രീഡിങ്. കറക്റ്റ് നമ്മൾ കൂടുതൽ ഇത് വരില്ല. കാരണം പലരും പറയുന്ന ഒരു കംപ്ലൈൻറ്റ് ഇത് ക്രോസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഫീമെയിൽ ക്രോസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഷാരൂഖ് നമ്പർ കൊടുക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളാം. വേണമെങ്കിൽ അതിന് നമ്പറൊക്കെ നമ്മൾ ഇക്കാട കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ ഇനി അടുത്തുള്ള ആളുകളെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതും വൈറ്റ് ജയന്റ് ആണ്. ഇതൊക്കെ വൈറ്റ് ജയന്റ് ആണ്. ഇത് ഫീമെയിലാണോ മെയിലാണോ? ഇത് ഫീമെയിൽ ആണെന്നാണ് ഒരു മിനിറ്റ്. എനിക്ക് പറഞ്ഞ ഒരു ഒറ്റടിക്ക് ചോദിച്ചാൽ അറിയില്ല. കാരണം ഈ നമ്പർ ബേസിൽ നമ്മൾ റെക്കോർഡ് നോക്കി ചെയ്യുന്നത്. ഇത് ഫീമെയിലാണ്. ഉണ്ടോ ഇതിങ്ങനെ ഒരു ലൈൻ പോലെ വരും. കണ്ടോ, ഇങ്ങനെ ഒരു ലൈൻ പോലെ വരും. ഇത് ഫീമെയിലാണ്. ഇത് ഏകദേശം ഒരു 3 മാസം ആയിട്ടുള്ളത്. അത് ഏതാണ് മെയിലാണ്? ഏത് ഇത് ഈ എടുത്തതോ നേരത്തെ എടുത്തതോ? അത് മെയിലാണ്. പക്ഷെ 3 മാസം കഴിഞ്ഞാൽ നമുക്ക് മെയിലിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ ഇവരെ ബോൾസ് പുറത്തോട്ട് വരും. ഫീമെയിലിനെ ഇല്ല. ഫീമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ ഇതിൽ തന്നെ നിൽക്കുന്നത്. മെയിലുകൾ ഒരു 3 മന്ത്സ് കഴിഞ്ഞാൽ ഇവരെ ബോൾസ് പുറത്ത് വരും. അതല്ല, കുഞ്ഞുങ്ങളെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി 3 മന്ത്സ് കഴിഞ്ഞാൽ ഇതുപോലെ ബോൾസ് കാണും. പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മെയിൽ. ഇതാണ് മെയിൽ വരുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതെ, ഈ 2 ബോൾസ് ആണ് വരുന്നത്. ഇനി ചെറിയ കുഞ്ഞുങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വലുതിനെ നമുക്ക് മെയിലിനെ ഫീമെയിലിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഈ കുഞ്ഞുങ്ങളെടുക്കുമ്പോഴാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അത് ഞാൻ ചെറിയ കുഞ്ഞുങ്ങളെടുത്തിട്ട് ശരിക്കും നമുക്ക് എത്ര നാൾ കൊണ്ട് നമുക്ക് സെക്സിങ് അറിയാൻ പറ്റും? സെക്സിങ് നമുക്ക് 30 ഡേയ്സ് കഴിഞ്ഞാൽ, ഒരു മാസമായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെപ്പറ്റി കറക്റ്റ് ചെയ്യുന്നതിന് കറക്റ്റ് അറിയാൻ കഴിയും. ഇതിപ്പോൾ 3 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. ഇതിനിപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ബോൾസ് വന്നിട്ടില്ല ഇതിന്. അപ്പോൾ നമ്മളിത് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നതാണ് ഇതിൻ്റെ മെയിലിൻ്റെ ഇത് വരുന്നത്. മറ്റേത് ജസ്റ്റ് ഒരു ലൈൻ പോലെ വരുന്നുണ്ടാവുള്ളൂ, താഴെ നിന്നൊരു ലൈൻ പോലെ വരുന്നുള്ളൂ. ഇത് സോവിച്ചിഞ്ചില എന്ന് പറയും. റഷ്യയാണ് ഒരു ഇത്. ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമോ സോവിച്ചിഞ്ചിലയാണ്? സോവിച്ചിഞ്ചിലയാണ്. അത് ഇതിൻ്റെ ആ ഒരു ഗ്രേ കളർ തന്നെയാണ് സോവിച്ചിഞ്ചിലയുടെ. ഇതും ബ്ലാക്ക് കണ്ണായിരിക്കും വരുന്നത്. ഇതുപോലെ ഇപ്പം നമ്മൾ ന്യൂസ് വൈറ്റിന് പറഞ്ഞു 2ഉം വൈറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അതിനറിയാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഇതിൻ്റെ വേറെ ഇല്ല, ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇതിനോട് ഒരു സാമ്യമുള്ള ഗ്രാജൈൻ്റ് ആണ് വരുന്നത്. ഗ്രാജൈൻറ്റും ഇതിൻ്റെ കളറ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ അവിടെ ഒരു കുഞ്ഞുണ്ട്, ഞാനത് വേണമെങ്കിൽ കാണിച്ചു തരാം. പക്ഷേ അത് പ്യുവർ ബ്രീഡ് അല്ല ഗ്രാജൈൻ്റ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാനൊരു ബ്രീഡർമാർക്ക് അത് കൊടുക്കാത്തത്. കാരണം ഒരു ബ്രീഡർമാർക്ക് നമ്മൾ പ്യുവർ ക്വാളിറ്റി ഉള്ളതിന് കൊടുക്കുമ്പോൾ
വൈറ്റ് ജയൻറ്റും സോയിച്ചിഞ്ചിലാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ക്രോസ് ബ്രീഡിലും ഈ സിംഗിൾ കളറൊക്കെ കയറി വരാം, നമുക്കറിയില്ല. അങ്ങനെയാണ് ആൾക്കാർ ചതിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ബ്രീഡിൽ സിംഗിൾ കളർ വരുമ്പോൾ ഇത് വൈറ്റ് ജയൻ്റ് ആണ് അല്ലെങ്കിൽ ഇത് സോയിച്ചിഞ്ചിലാണെന്നും പറഞ്ഞു ക്രോസ് ബ്രീഡ് തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതാണ് ക്രോസ് ബ്രീഡ് ഡബിൾ കളറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അത് ക്രോസ് ബ്രീഡ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ ക്രോസ് ബ്രീഡിൽ തന്നെ സിംഗിൾ കളർ വരും. സിംഗിൾ കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ സിംഗിൾ കളറാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സോയിച്ചിഞ്ചിലാണെന്നുള്ള നിലയ്ക്കാണ് നമ്മളിതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതിനെ ക്രോസ് ചെയ്ത് അതിൻ്റെ കുട്ടികൾ വരുമ്പോൾ അറിയാം ഇത് പ്യുവർ അല്ല, പല കളറിലുള്ള വരുമ്പോൾ അങ്ങനെ ഒരു ഇത് വരുന്നത്. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം ചിലതൊക്കെ ഇപ്പൊ വൈറ്റ് ജയന്റ് കണക്കിരിക്കും, ചിലത് സോവിച്ചിഞ്ചിലാണ്. ഈ സിംഗിൾ കളർ നോക്കി ഇവരത് പ്യുവർ ബ്രീഡ് ആണെന്നും പറഞ്ഞിട്ട് കൊടുക്കും. ക്രോസ് ചെയ്ത് കുഞ്ഞുങ്ങൾ പുറത്ത് വരുമ്പോഴാണ് സത്യം നമുക്ക് നല്ലൊരു പാരന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അവിടെ നിന്ന് മേടിക്കുമ്പോൾ അങ്ങനെയാണ് ശരിക്കും നമുക്ക് പ്യുവർ ബ്രീഡിനെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അതുമല്ല, നമ്മളൊരു പാരന്റ് സ്റ്റോക്കിനെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക്കാണ്. കാരണം ഒരു പാരന്റ് സ്റ്റോക്ക് സെറ്റാക്കി കൊണ്ടുവരിക എന്നുള്ളത് നിസ്സാര ഒരു കാര്യമല്ല. കാരണം ഈ ഇപ്പോൾ നമ്മളൊരു 10 എണ്ണം കൊണ്ടുപോയെങ്കിൽ 10 എണ്ണവും ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല. അതിൽ ചില മുയലുകൾ കുഞ്ഞുങ്ങളെ നോക്കാത്തവരുണ്ടാവും, ചിലർ പ്രസവിക്കാത്തവരുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് വേണം നമ്മളൊരു പാരന്റ് സ്റ്റോക്ക് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പാരന്റ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടെ നിന്ന് മേടിക്കാതിരിക്കണമെന്ന് ബെറ്റർ. നമ്മളെപ്പോഴും അതിനൊരു നല്ലൊരു ബ്രീഡറെ തപ്പിപ്പിടിക്കുക എന്നുള്ളത് തന്നെ സമീപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുതുതായിട്ട് തുടങ്ങുന്നത് ബ്രീഡേഴ്സിനൊക്കെ നല്ലത്. അപ്പോൾ ഇക്ക നമ്മൾ ഈ കൂടുകളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണെന്നാണ് എൻ്റെ അടുത്ത് മുമ്പ് പറഞ്ഞത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് ഏകദേശം എത്ര ചിലവ് വന്നു, എത്ര ഒരു സ്റ്റോക്കിന് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ചിലവ് വന്നതെന്ന് പറയുമ്പോൾ നമ്മളിത് നെറ്റ് വേറെയാണ് ചെയ്തത്. കാരണം ഇത് നെറ്റ് ഞാൻ തന്നെ കൂട് വാങ്ങി ഉണ്ടാക്കി ചെയ്തത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാനൊരു കാസ്റ്റ് പറയാൻ പറ്റാതെ ഇരിക്കാൻ കാരണം ഞാൻ പണ്ട് ചെയ്തതിൻ്റെ നെറ്റ് കുറേ ബാക്കി ഉണ്ടായിരുന്നു, 4-5 റോള് ബാക്കി ഉണ്ടായിരുന്നു. കാരണം പണ്ടത്തെ റേറ്റ് ഇപ്പോഴത്തെ റേറ്റും ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സാക്റ്റ് ഇത് പറയാൻ പറ്റില്ല. പിന്നെ വേറെ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗേജ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ 4000 രൂപ മുതൽ 10,000 രൂപ വരെ നമുക്കിതിൽ കോസ്റ്റ് വരും. അത് നമ്മൾ ഇടിക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കും. അത് ഇതന്നെ നമുക്കിതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് 1/2 ചെയ്തിട്ടുള്ളത്. 1/2 ചിലർ ഒന്നിക്കൊന്നിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നിക്കൊന്ന് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനും പിന്നെ എലികൾ അകത്തോട്ട് കയറി കുഞ്ഞുങ്ങളെ കടിച്ച് കൊല്ലാനും ഒക്കെ സാധ്യതകളുണ്ട്. ഫ്ലോറും അത് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്. ഏത് ഫ്ലോറും അതന്നെ ഒന്നിക്കാർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതുമല്ല, പിന്നെ സെക്കൻഡ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഗേജ് നമ്മളിത് 10 kg ആകുമ്പോൾ വില കൂടും, 12 kg ആകുമ്പോൾ കുറയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെ റേറ്റിൽ വ്യത്യാസം വരും. ഇതിനെല്ലാം പുറമെ നമ്മളിപ്പോൾ ഈ ഗേജ് എല്ലാം ഒഴിവാക്കി